ഇന്ത്യ US വ്യാപാര കരാർ യാഥാർത്ഥ്യമായതോടുകൂടി തന്നെ അമേരിക്കയുടെ അടിവേരുൾപ്പെടെ തന്നെ തോണ്ടിയെടുക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. വരുന്ന 5 വർഷത്തിനുള്ളിൽ തന്നെ കൽക്കരി മുതൽ വിമാനം വരെ വാങ്ങാനാണ് ഇന്ത്യ ഇപ്പോൾ പ്ലാനുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. പുറത്തുവരുന്ന വിശദാംശങ്ങൾ അനുസരിച്ച് $500 ബില്യൺ വിലമതിക്കുന്ന വസ്തുക്കളാണ് US നിന്നും ഇന്ത്യ വാങ്ങാനൊരുങ്ങുന്നത്. അതിൽ ഊർജ ഉൽപ്പന്നങ്ങൾ, വിമാനങ്ങൾ, വിമാനഭാഗങ്ങൾ, വിലയേറിയ ലോഹങ്ങൾ, സാങ്കേതിക ഉൽപ്പന്നങ്ങൾ, കൽക്കരി എന്നിവ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ വാങ്ങാനൊരുങ്ങുന്നത്. അതുമാത്രമല്ല, ഇത് ഉൾപ്പെടെ തന്നെ US ഇന്ത്യയും തമ്മിലുള്ള സംയുക്ത വ്യാപാര കരാറിന് മുന്നോടിയായുള്ള ഇടക്കാല കരാറിന്റെ ചട്ടക്കൂട് പ്രഖ്യാപിച്ചു. ഇടക്കാല കരാർ ഇരു രാജ്യങ്ങളുടെയും പങ്കാളിത്തത്തിന് ഒരു ചരിത്ര നാഴികക്കല്ലായി തന്നെ മാറുമെന്നും ഇത് രാജ്യങ്ങളുടെ താല്പര്യങ്ങളും വ്യക്തമായ ഫലങ്ങളും അടിസ്ഥാനമാക്കിയുള്ള പരസ്പരം സന്തുലിതവുമായ ഒരു വ്യാപാരത്തിനുള്ള പൊതുവായ പ്രതിബദ്ധതയെ കണക്കാക്കുന്നു എന്നതാണ് ഇതിനോടായി തന്നെ പ്രതികരിക്കുന്നത്. ഈ ചട്ടക്കൂടിന്റെ ഭാഗമായി അവിടെ ഉണക്കിയ ധാന്യങ്ങൾ, മൃഗങ്ങളുടെ തീറ്റയ്ക്കുള്ള ചുവന്ന ചോളം, അതുപോലെ തന്നെ ചില വാൾനട്ട് പഴങ്ങൾ, സോയാബീൻ, എണ്ണ, വൈൻ, സ്പിരിറ്റ്സ് എന്നിവ ഉൾപ്പെടെയുള്ള അമേരിക്കൻ വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കും വിവിധതരം അമേരിക്കൻ ഭക്ഷ്യ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യൻ തീരുവ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ കണക്കാക്കുന്നത്. ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ഉൾപ്പെടെയുള്ള ഡാറ്റാ സെന്ററുകളിൽ ഉപയോഗിക്കുന്ന മറ്റു ഉൽപ്പന്നങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സാങ്കേതിക ഉൽപ്പന്നങ്ങളുടെ വ്യാപാരം ഇരു രാജ്യങ്ങളും ഗണ്യമായി തന്നെ വർദ്ധിപ്പിക്കുകയും സംയുക്ത സാങ്കേതിക സഹകരണം വിപുലീകരിക്കുകയും ചെയ്യുമെന്നും അടുത്ത 5 വർഷത്തിനുള്ളിൽ തന്നെ ഏകദേശം $500 ബില്യൺ വിലമതിക്കുന്ന ഊർജ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ തയ്യാറെടുക്കുകയാണ് എന്നതാണ് ഇപ്പോൾ ഇതിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് വാങ്ങാനായി തന്നെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളായി തന്നെ ഈ പ്രസ്താവനയിൽ എടുത്തു കാണിക്കുന്നത്. ഡിജിറ്റൽ വ്യാപാരത്തിനുള്ള തടസ്സങ്ങൾ എന്നിവ പരിഹരിക്കുവാനും ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ഭാഗമായി തന്നെ ശക്തവും അതുപോലെ തന്നെ ദൃഢവുമായ പരസ്പര പ്രയോജനകരമായ കാര്യങ്ങൾ ഇതിലൂടെ തന്നെ ചെയ്യുവാനുമാണ് ഇപ്പോൾ ഇന്ത്യ ഇവിടെ വലിയ രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നത് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും 2025 ഫെബ്രുവരിയിൽ ആരംഭിച്ച ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു നിർണായക ചുവടുവെപ്പാണിതെന്നതാണ് വൈറ്റ് ഹൌസ് ഇതിനോടായി തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം സംയുക്ത പ്രസ്താവന അനുസരിച്ച് തുണിത്തരങ്ങളും വസ്ത്രങ്ങളും, തുകൽ, പാദരക്ഷകൾ, പ്ലാസ്റ്റിക്, റബ്ബർ, ഓർഗാനിക് രാസവസ്തുക്കൾ, ഗൃഹ അലങ്കാര വസ്തുക്കൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ, ചില യന്ത്രഭാഗങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് നിലവിലുള്ള എക്സിക്യൂട്ടീവ് ഉത്തരപ്രകാരം 18% പകരച്ചുങ്കം ചുമത്തുമെന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇടക്കാല കരാർ വിജയകരമായി തന്നെ പൂർത്തിയാക്കുന്നതിന് വിധേയമായി തന്നെ ജനറിക് ഫാർമസ്യൂട്ടിക്കൽസ്, രത്നങ്ങളും വജ്രങ്ങളും, വിമാനഭാഗങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ ഉൽപ്പന്നങ്ങൾക്ക് US പകരച്ചുങ്കം നീക്കം ചെയ്യും. ദേശീയ സുരക്ഷാ കണക്കുകളാൽ തന്നെ വ്യക്തമാക്കുന്നത് അലുമിനിയം, സ്റ്റീൽ, ചെമ്പ് എന്നിവ ഉൾപ്പെടെ തന്നെ ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയ അമേരിക്കൻ തീരുവകൾ ചില ഇന്ത്യൻ വിമാനങ്ങൾക്കും വിമാനഭാഗങ്ങൾക്കും മേലുള്ള തീരുവകൾ നീക്കം ചെയ്യുവാനും ഈ ചട്ടക്കൂട് വ്യവസ്ഥ ചെയ്യുന്നതായും ഈ ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. ദേശീയ സുരക്ഷാ ആവശ്യങ്ങൾക്കായി തന്നെ അനുസൃതമായി ഓട്ടോമേറ്റഡ് ഭാഗങ്ങൾക്കുള്ള ഒരു മുൻഗണനാ തീരുവ നിരക്ക്, അതിന്റെ കോട്ട ഇന്ത്യക്ക് ലഭിക്കുമെന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പരസ്പരം താരതമ്യമുള്ള മേഖലകളിൽ തുടർച്ചയായി തന്നെ മുൻഗണനാ വിപണി പ്രവേശനം നൽകുവാനും US ഇന്ത്യക്കും മാത്രമായി തന്നെ കരാറിന്റെ പ്രയോജനങ്ങൾ ലഭ്യമാക്കാൻ ഇവിടെ വ്യക്തമാക്കുന്നതായി തന്നെ ചില സ്ഥാപനങ്ങളും ഇരു രാജ്യങ്ങളും വലിയ രീതിയിൽ പ്രതിജ്ഞാബദ്ധത അറിയിക്കുന്നതായും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.